നാട്ടുകാരെ വീട്ടുകാരുടെ സ്ഥലത്തേക്ക് ഇന്ന് നമ്മൾ കൊല്ലാൻ പോണ ഡ്രാഗനെ, അതായത് കറക്കകാക്കരെ ഈ ലെസ് പ്ലേ വേൾഡിൽ വന്ന് കുറച്ച് എപ്പിസോഡായി, 20ാമത്തെ എപ്പിസോഡായി. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇന്ന് ആ ഡ്രാഗനെ കൊന്നിരിക്കണം. ഇന്ന് ഡ്രാഗനെ കൊന്നിട്ട് അടങ്ങും. ഹലോ ഗൈസ്, ഞാൻ MC. എന്നെ അറിയാമോ? ഇന്നത്തെ എപ്പിസോഡ് ഡ്രാഗനെ കൊല്ലാനുള്ള എല്ലാ സാധനങ്ങളും തിരിച്ചിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് ഞാൻ ചെങ് ബേസിൽ പോയി കോർഡിനേറ്റ് എടുത്ത് ഇവിടെ കറക്റ്റ് സ്പോണ്ടറുണ്ട്. ഐ മീൻ നെതർ സ്ട്രോങ് ഹോൾഡ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ മണ്ടക്ക്. ഇത് നമ്മളിത് എടുക്കുമ്പോൾ ഇല്ലേ TPയുടെ ഓപ്ഷൻ വരും. ആ TP വന്നതാണ്. ആയതരാവട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡ്രാഗനെ കൊല്ലാനാണ് പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തമ്മിൽ കണ്ട പോലെ ഇന്ന് ഡ്രാഗനെ കൊല്ലും. കുറച്ച് ബാക്കപ്പിന് വേണ്ടി കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. റോക്കറ്റ് ഡ്രാഗനെ കൊന്ന് നമ്മൾ പോകുന്നു നേരെ എന്താ പറയുന്നത് ലേറ്റർ എടുക്കാൻ. ഇത് മെൻഡിങ് ആൻഡ് ബ്രേക്കിങ് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഫുൾ മാക്സ് ആണ്, എല്ലാം മാക്സ് ആയിരിക്കുവാണ്. ബാക്കപ്പിൻ്റെ സ്റ്റോൺസ് ഇത് എല്ലാം റെഡി. ഇത് നേരെ ആ കോഡിലോട്ട് ഇട്ടാൽ മതി. രാത്രി സ്കിപ്പ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോവാം. ഇന്നലെ ഡ്രാഗനെ കൊല്ലാൻ ഞാൻ വരുന്നത്. ഡ്രാഗ നീ ചത്തടാ. ഇതിന് എമർജി പ്രാക്ടീസ് ഒക്കെ ചെയ്തേക്കാം. ഡ്രാഗൻ പറത്തുമ്പോൾ എമർജി ചെയ്യേണ്ടിയല്ലേ. കൂട്ടുകാരന്മാർ പറയുന്നത് ഡ്രാഗനെ എനിക്ക് കൊല്ലാൻ കഴിയുന്നതാണ്. വേറെ മോനിസ് നമുക്ക് ഇത്തിരി എന്തോ പറയുന്നത് മോട്ടിവേഷൻ തന്നു. അവൻ പറഞ്ഞത് അവൻ ഡ്രാഗൻ ഈസിയായിട്ടാണ് കൊന്ന. ഞാൻ അവനെക്കാട്ടി പ്രോ ആയതുകൊണ്ട് തന്നെ എനിക്ക് അവൻ ഈസിയായിട്ട് കൊല്ലാൻ പറ്റുമെന്നാണ് അവൻ പറയുന്നത്. അതൊക്കെ വഴിയെ പോകുമ്പോൾ എല്ലാം അറിയാം. മോനിസ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന്. 268 ഈ കാണുന്ന ഈ ബ്ലോക്ക്, ഈ ഒരു ബ്ലോക്കാണത്. ലക്ക് ഡിപ്പെൻഡ് ചെയ്യും ഗൈസ്. ലക്ക് ബെഡ്റോക്ക് എത്തിയടാ. എന്നെ മൈൻക്രാഫ്റ്റ് പറ്റിച്ച്. അവിടെ ഇവിടെ ഡ്രാഗനെ കൊല്ലാനുള്ള സാധനമൊന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, ഇനി നമുക്കത് ഇവിടെ ഇട്ട് വെക്കാം. അങ്ങോട്ടാ ലാവ വീഴല്ലേ? അടാ അപ്പം ഇവിടെ അല്ലേ എന്നെ പറ്റിച്ച്. ചങ് ബേസ് എന്നെ പറ്റിച്ച്. നോക്കിയത് കറക്റ്റാണല്ലോ. എടാ ബാക്കിലെന്നാണ് സ്ട്രോങ് ഹോൾഡ് പറയുന്നത്. സ്ട്രോങ് ഹോൾഡ് എൻ്റെ അടുത്ത് പറയുന്ന കേസ് അത് ബാക്കിലാണ്. ഓക്കെ, ബാക്കിൽ നോക്കാം. അതവിടെ പോടാ. അടുത്തത് ഞാൻ റീപ്ലേ മോഡിൽ നിന്ന് ഓണാക്കാൻ പോകുന്നു. ആ റീപ്ലേ മോഡ് വെച്ച് നോക്കാൻ കഴിയില്ലേ? ശരിയാ, റീപ്ലേ മോഡ് വെച്ച് നോക്കാം. സ്ട്രോങ് ഹോൾഡ്. ഓ വേടാ സ്ട്രോങ് ഹോൾഡ്. എടാ ജസ്റ്റ് എൻ്റെ താഴെ തന്നെയാടാ സ്ട്രോങ് ഹോൾഡ്. കറക്റ്റ് ഇവിടെ തന്നെ. ഈ ബുദ്ധി എന്താ എനിക്ക് ആദ്യം തോന്നാൻ. ഇതിലാവട്ടെ, നേരെ വിളിച്ചോ. നേരെ ലാവക്കാത്ത വീഴുവാണെങ്കിൽ ചത്തൊന്നും വിചാരിക്കണ്ട. എൻ്റെ ഈ വെള്ളമുണ്ട്. ഇന്നലെ ഡ്രാഗനെ ഞാൻ കൊല്ലും. താഴെത്തട ബൈ ലെവൽ നോക്കാൻ മറന്നുപോയി. ഒരുപാട് താഴെയാണല്ലോടാ. ഇതാടാ എൻ്റെ കൂടെ മാത്രം ഇങ്ങനെ. ഓ അടിക്കല്ലേ ഞാൻ പാ. ഇവന്മാരിത് ലാവൻ ഇറക്കി വിടും. നാണമില്ലാത്തവന്മാർ ലാവൻ ഇറക്കി വിട്ട്. ലെറ്റ്സ് ഗോ. ഇന്ന് ഡ്രാഗനെ ഞാൻ പച്ചക്ക് കത്തിക്കും ഗൈസ്. പച്ചക്ക് തികഞ്ഞാൽ മതിയായിരുന്നത്. തികയുമോ? ഓക്കെ,
രണ്ടെണ്ണം കൂടെ ആണോടാ. എടാ ഇവിടെ നിന്ന് നമുക്ക് ഒബ്സിഡിയൻ കിട്ടുമല്ലോ അല്ലേ? ഐ മീൻ ഇത് കിട്ടൂലേ? ട്രിപ്പിൾ കിട്ടും കിട്ടും കിട്ടും. അന്വേഷിക്കണമെന്നേ ഉള്ളു. നോ ക്രിയേറ്റീവ് മോഡ്. ഇറ്റ് ഈസ് ലക്ക്. ഇറ്റ് ഈസ് ടേക്കിംഗ് ലക്സ്. ലക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് ലക്ക്. ഓ എൻ്റെ ലക്ക്. ഞാൻ പറയില്ല, എനിക്ക് ഇതൊന്ന് ഭയങ്കര ലക്കാണ്. ഫൈനലി ആ ദിവസം വന്നിരിക്കുന്നതുകൊണ്ട് ഡ്രാഗൻ്റെ കൊല്ലാൻ. ഒന്നെങ്കിൽ ഞാൻ ജയിക്കും, അല്ലെങ്കിൽ അവൻ തോക്കും. ഇന്ന് എൻ്റെ ഡ്രാഗൻ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ, ഞങ്ങൾ രണ്ടിലൊരാൾ ഇന്ന് ജയിക്കും. ഒരു വീണ് കഴിഞ്ഞാൽ ലൂട്ട് പ്രതീക്ഷയുണ്ടടാ MC. ഷിഫ്റ്റ് എന്ത് വന്നാലും മാറ്റല്ലേടാ നീ. ഡ്രാഗനെ കൊല്ലാൻ വന്ന ഈ MC റെൻഡർമാനെ ഡയലോഗ് പറയട്ടാ അതേണ്ടി. പോടാ റെൻഡർമാനെ, പോടാ. ഓ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ഇവന്മാരുടെ ഒപ്പം പിടിച്ചിരിക്കാൻ പറ്റുന്നു. അവർത്തും ചത്ത്, അവൻ ചത്ത്. ഇങ്ങനെ വെച്ച് ഒരു മതിൽ ക്രിയേറ്റ് ആക്കി ഒരടി വിടുന്നു. ഓ കളത്തേണ്ടി, അവനിവിടെ പോഷൻ ഇട്ട് കഴിച്ചു. കൊണ്ടാ ഇല്ല. ഓയ്യോ ഫെദർ ഫോളിങ്. ഓക്കെ നൈസ്, വെരി വെരി നൈസ്. അതൊക്കെ എനിക്ക് ഈസി. വെരി നൈസ്. അത് കൊള്ളുമോ? ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല, ഇത്തിരി താക്കാം. ഓ കൊണ്ടുണ്ട് കൊണ്ടില്ല. ഓ ഇവിടുന്ന് വാട്ടർ സ്കിഡ് ചെയ്യണ വേണ്ട, റിസ്ക് എടുക്കണ്ട. അത്രേ ഉള്ളു. അത് ഓക്കെ. കൊണ്ടാ ഇല്ല സൗണ്ട് കേട്ടില്ല. ജസ്റ്റ് യൂസ്, അത് ജസ്റ്റ് യൂസ്. അത് പൊട്ടിച്ച്. ഇനി ഇത് അവിടുത്തെ ഒരെണ്ണമുണ്ട്, അവിടെ പോകണം. 5 അടിക്കട്ടെ വാടാ. ആ വരുന്നുണ്ട് ഗൈസ്. എടാ എനിക്ക് ഇടൂ എല്ലാം പറപ്പിക്കുമല്ലേ ഇവൻ്റെ കാര്യം. അവിടെ 11 എന്നെ പറപ്പിക്കുന്നത്. അവിടെ എന്നെ പറപ്പിക്കുന്നടാ. അവസാനിച്ചു, എല്ലാം തീർന്നു എന്നും പറഞ്ഞിരുന്ന സമയത്ത് നമ്മൾ സ്വന്തം എന്തോ അത്ഭുതം നടന്നു ഗൈസ്. എന്തോ അത്ഭുതം. വാടാ ഇങ്ങോട്ട്. ഓ കൃത്യ ടൈമിനുണ്ട് ഗൈസ്. എല്ലാവരും ഇങ്ങോട്ട് വരുന്നുമില്ല. ഓ കൊണ്ട് ഓക്കെ. എടാ ഇവനില്ലേ, ഇവൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത്രട്ട് ഞാൻ വിട്ടു കൊടുക്കൂല. പകുതി ഹാർട്ട് എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ. എടാ ചത്തിയത്ത്. ഡ്രാഗനെ കൊന്നേ. പറഞ്ഞില്ലടാ കൊല്ലുവന്ന്. ആ സൗണ്ട് കേൾക്കാം എന്താ രസം. ഡ്രാഗൻ ചത്ത് കഴിഞ്ഞ് അതിന് ശേഷം ലാഗ്. അപ്പം ഈ സ്ഥലം ഇനി എൻ്റെ
കിടക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ലേറ്റർ എടുക്കൂല, അടുത്ത എപ്പിസോഡ് എടുക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ആ ഡ്രാഗനെ ഫിനിഷ് ചെയ്ത് നിൽക്കുമായിരുന്നു. അത് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കി. സന്തോഷമുണ്ട്, സന്തോഷം. അങ്ങനെ ഞാൻ എൻ്റെ സർവൈവൽ സീരീസിൻ്റെ അകത്ത്, ഐ മീൻ ലെസ് പ്ലേ സീരീസിൻ്റെ അകത്ത് ഡ്രാഗനെ കൊന്നു. ഇനി അടുത്തതായിട്ട് എന്തോ എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റർ എടുക്കണം, പിന്നെ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യണം. നാളെ മെഗാ ബീസിൻ്റെ ബിൽഡ്, അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐശ്വര്യമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറട്ടെ. റിമോട്ട് ഇതേതാ കുഞ്ഞ ഐലാൻഡ്?